നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് ശ്യാമയെ പോലെയാണെന്ന് പറഞ്ഞപ്പോ വാത്സല്യ കൂടുതലുണ്ട് അങ്ങനെ പറഞ്ഞാണെന്നാ ഞാൻ കരുതിയത്. ഇത് രണ്ടാളും ഒരുപോലെയാണല്ലോ. രാധിക ഒരു സാരി ഉടുപ്പിച്ച ശ്യാമ തന്നെയാ. എല്ലാം ഭഗവാന്റെ കടാക്ഷയെടുത്തി. ഇപ്പോ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്റെ മോളെ ഇങ്ങനെ കാണുന്നതിലും ഒരുമിച്ച് കഴിയുന്നതിലും ഒരു തടസ്സവും വരുത്തരുതേന്ന്. ഐശ്വര്യ മാലിനി ഇവിടെ വരാത്തിടത്തോളം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെ, പക്ഷേ സംശയം മനസ്സിൽ കയറിയ ആരുടെ മനസ്സ് തളയ്ക്കാനും ഐശ്വര്യടത്തേക്ക് ശേഷിയുണ്ട്. ശ്യാമ പേടിക്കണ്ട. ആരും അറിയാതെ പൊതിഞ്ഞ് നീ നിന്റെ മകളെ സംരക്ഷിക്കുന്നില്ലേ, അതുപോലെ ഐശ്വര്യ കാണാതെ ഞാൻ അവളെ പൊതിഞ്ഞു സൂക്ഷിച്ചോളാം. ശരിയടുത്തേ. ഈ ഒളിച്ചുകളി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്നിട്ട് എല്ലാവരെയും അതിശയിപ്പിച്ച് നിങ്ങൾ കഴിയണം. ഒന്നിച്ച് പാടണം, ഒന്നിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടണം. വേണം, എല്ലാം വേണം. ഞാൻ എത്തിയതിനേക്കാൾ ഉയരത്തിൽ അവളെ എത്തിക്കണം. എന്നിട്ട് അവളെ നോക്കി നിൽക്കണം. അവളുടെ ജയങ്ങൾ കാണണം, സന്തോഷിക്കണം. എല്ലാം നടക്കുമായിരിക്കും അല്ലേ? നടക്കും. ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ട്. ചെറിയച്ച, ഇത് സത്യത്തിൽ ചെറിയച്ചൻ ചോദിച്ചു വാങ്ങിയതല്ലേ? അച്ഛൻ ഗൗതത്തിനെ പിൻഗാമിയാക്കാൻ പോകുന്നു പറഞ്ഞപ്പോ ചെറിയച്ഛന്റെ മാറ്റം ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാ. പിന്നെ കാര്യങ്ങളൊന്നും എന്നോട് കൂടി ആലോചിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ എന്നെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുക. എന്നിട്ടിപ്പോ എന്തായി? അച്ഛൻ കാര്യങ്ങളൊക്കെ വരുണിനെ ഏൽപ്പിക്കാൻ പോവല്ലേ. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും കണിമംഗലത്ത് മൂത്ത മരുമകളാ. ഇവിടുന്ന് പുറത്തോട്ടൊരു വഴി വെട്ടുന്നെങ്കിലേ അത് ചെറിയച്ഛനും കുടുംബത്തിനും ഉള്ളതായിരിക്കും. കൽപ്പന, നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഏട്ടന്റെ ഗൗതത്തിന്റെ മനസ്സില് അങ്ങനെയൊന്നുമില്ല. ഇനി എന്തുണ്ടായാലും എന്താ? നാളത്തെ ക്ഷേത്ര ചടങ്ങുകൾ കൂടി കഴിഞ്ഞ് മടങ്ങിയ വരുൺ കണിമംഗലത്തെ ചക്രവർത്തിയാ. നാളെ ക്ഷേത്രത്തിൽ നിന്ന് വരുൺ മടങ്ങിയില്ലെങ്കിലോ? ചെറിയച്ഛനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? തല്ലാനും കൊല്ലാനും ഒക്കെ എത്ര നോക്കിയതാ. ഇന്ന് വരെ എന്തെങ്കിലും ഒന്ന് ഫലിച്ചിട്ടുണ്ടോ? സമ്മതിച്ചു. ഇതുവരെ ശ്രമിച്ചതൊക്കെ പിഴച്ചു. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് രക്ഷിക്കുന്ന പോലെ ആരൊക്കെയോ അവനെ രക്ഷിച്ചു. ആ വാശി തന്നെയാ ദൈവത്തിന്റെ നടയിലിട്ട് അവനെ തീർക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. കൽപ്പന, ഒരുപാട് തവണ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയിട്ടാ ഒരാൾ നീന്താൻ പഠിക്കുന്നത്. ഇതുവരെ നടന്നതൊക്കെ അങ്ങനെ കണ്ടാ മതി. വരുണിന് വേണ്ട കെണി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ആരും കാണാതെ ശ്വാസം മുട്ടി പെടഞ്ഞായിരിക്കും അവൻ നാളെ തീരുന്നത്. നാളത്തെ ദിവസത്തോടെ ഇപ്പൊ നീ പറഞ്ഞൊക്കെ തിരുത്തേണ്ടി വരും. നാളെ കഴിഞ്ഞാൽ കണിമംഗലത്ത് വരുണുണ്ടാവില്ല, അത് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.